ഇനി കാണാൻ പോകുന്ന കുടുംബശ്രീ ഷാ ലേറ്റസ്റ്റ് എപ്പിസോഡാണ് പറയുന്നത്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ലൈക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ പ്രസ് ചെയ്യുക. കമൻസ് ഷാസ്ലസിന് ആരും മറക്കണ്ട കേട്ടോ. അപ്പോൾ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന കാര്യം ഷാലിനി അവിടുന്ന് പടി ഇറങ്ങുവാണ്. ശാരദാമ്മയും അതുപോലെ തന്നെ സത്യമോളയും കൈ പിടിച്ചുകൊണ്ട് അവിടുന്ന് പടി ഇറങ്ങുമ്പം വിഷ്ണുവിന് അത്രമാത്രം സങ്കടപ്പെട്ട് വിഷ്ണു നിൽക്കുന്നു. അപ്പം വിഷ്ണുവും അതുപോലെ രാഘവേട്ടനും എല്ലാവരും ചെന്ന് സത്യഭാമയെ തന്നെ ശരിക്കും കുറ്റപ്പെടുത്തുക. കാരണം ഇതിൻ്റെ എല്ലാം ഉത്തരവാദിത്തം സത്യഭാമയ്ക്ക് തന്നെയാണ്. സത്യഭാമ തൻ്റെ പിടിവാശിയിൽ നിന്ന് ഒരു ഞാൻ അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് മാറി നിന്നുകൊണ്ടല്ലേ ഷാലിനിക്ക് ഇറങ്ങിപ്പോണ്ട് വന്ന്. അവളുടെ കയ്യിൽ വീട്ടിൽ താക്കോൽക്കൂട്ടം കൊടുക്കുന്നതിനകത്തല്ല കാര്യം. ഒരു അമ്മയായിരുന്നിട്ട് പോലും മറ്റൊരു അമ്മയുടെ മനസ്സ് നിനക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നല്ലേ സത്യഭാമയെ. നീ എത്രയൊക്കെ പറഞ്ഞാലും ഈ നാട്ടിലുള്ള എല്ലാവർക്കും ഉള്ള ന്യായം പറയുന്നവൾ നീ ഷാലിനിയോട് പറഞ്ഞത് അന്യായം തന്നെയാണ് ഭാമയെന്ന് പറഞ്ഞിട്ട് നമ്മുടെ രാഘവേട്ടൻ പറയുമ്പോഴത്തേക്കും, രാഘവേട്ടൻ എന്നെ എന്തിനാണ് കുറ്റപ്പെടുത്തുന്നത്? എൻ്റെ മകൻ്റെ സന്തോഷം വേണ്ടിയല്ലേ ഞാൻ അവളെ ഇവിടം വരെ വിളിച്ചുകൊണ്ട് വന്നത്. അവൾ ഇത്ര നല്ല പോലെ സ്നേഹിച്ച് പെരുമാറി എല്ലാ കാര്യം ഞാൻ മറന്നില്ലേ? എന്നിട്ടും അവൾക്ക് എന്നെ ഒന്ന് തിരിഞ്ഞെങ്കിൽ നോക്കിക്കൂടായിരുന്നു. ശാരദാമ്മ വിളിച്ചപ്പം ശാരദാമ്മയുടെ കൂടെ പോകുന്നതിന് പകരം എന്നോട് ഒരു വാക്ക് പറഞ്ഞിട്ട് പോയിക്കൂടായിരുന്നു. അതിനുപോലെ അവൾ നിന്നില്ലല്ലോ. ഞാൻ ഇതിനേക്കാൾ എന്ത് താന്നു കൊടുക്കണമെന്ന് പറയുന്നത്? എന്നെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും കുറ്റപ്പെടുത്താവുള്ളൂ എന്ന് സത്യഭാമയോട് പറയുമ്പം അതിനൊന്നും ആരും വില കൊടുക്കുന്നില്ല. വിഷ്ണു അതിന് പകരം പറയുന്നുണ്ട്, അമ്മയ്ക്ക് എൻ്റെ സന്തോഷം ഒന്നല്ല വലുത്, അമ്മയ്ക്ക് അമ്മയുടെ വാശിനെ വലുത്. ശാലിനി മുന്നേ അമ്മ ഇതേ കാര്യമായിട്ട് മുന്നേ പോയതല്ലേ, സത്യം ഉപേക്ഷിച്ചിട്ട് വാ, ഞാൻ നിന്നെ സ്വീകരിക്കാം. എന്നിട്ട് ശാലിനി അന്നേരം സ്വീകരിച്ചു ഇല്ലല്ലോ. പിന്നെ ഇന്ന് മാത്രം അവളെ സ്വീകരിക്കുന്നത് എങ്ങനെ അമ്മയെ കരുതാൻ പറ്റുന്നത്? ഞാൻ സത്യമോളെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണല്ലോ, പിന്നെ അമ്മയ്ക്ക് എന്താ തെറ്റുന്നത്? വിഷ്ണു അവിടെ കിടന്ന് ചോദിക്കുവാണ്. അപ്പോഴത്തേക്ക് സത്യഭാമയുടെ എല്ലാവരും ഒറ്റപ്പെടുത്തി കളയുമ്പോൾ സത്യഭാമയ്ക്ക് അത്രമാത്രം സങ്കടത്തിൽ സത്യഭാമ ചിന്തിക്കുമോ, ഇവൻ എന്ത് പറഞ്ഞാൽ സാരമില്ല, അവൻ എൻ്റെ മകനല്ലേ, അവൻ്റെ മനസ്സിലെ സങ്കടം കൊണ്ടല്ലേ പറയുന്നത്, അവൻ്റെ അവളുടെയും ജീവിതം വീണ്ടും ഒന്നാക്കി വെക്കാൻ എന്ത് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറാണ് സത്യഭാമ മനസ്സിൽ കുറച്ച് തീരുമാനമാണ് സത്യഭാമയുടെ മനസ്സിൽ ഈ വട്ടം വന്നിരിക്കുന്നത് കേട്ടോ. അതേസമയം തന്നെ കാണുന്ന സുസ്മിത മനസ്സിൽ മറ്റൊരു പ്ലാനാണ് കാണുന്നത്. അത് മറ്റൊന്നിനല്ല, ഷാലിനിക്കും സത്യഭാമയ്ക്ക് ഒരുപോലെ പണി കൊടുക്കണം. എൻ്റെ കവളത്തടിച്ച സത്യഭാമയ്ക്ക് ശരിക്കും നോക്കുന്നൊരു പണി ഞാൻ കൊടുക്കുന്നുണ്ടെന്ന് സുസ്മിത മനസ്സിൽ ചിന്തിക്കുക. അത് മറ്റാരെയും വെച്ചല്ല പണി കൊടുക്കാതിരിക്കും, നമ്മുടെ രണ്ട് കുട്ടികളെയും വെച്ചാണ് പണി കൊടുക്കാനായി. ഷാലിനിക്കും സത്യഭാമയ്ക്ക് ഒരുപോലെ പണി കൊടുക്കണം. ഈ രണ്ട് കുഞ്ഞുങ്ങൾ തന്നെയാണ് ആയുധമെന്നാണ്. ഇതൊക്കെ ഉണ്ടായും കിട്ടിയാലും പഠിക്കാൻ നമ്മുടെ സുസ്മിതയുടെ പുതിയ ചിന്താഗതികൾ ഇതൊക്കെ തന്നെയാട്ടോ. അത് തനിക്കുള്ള കുഴി വീണ്ടും കുഴിക്കുന്നൊന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ കാണിക്കുന്ന നമ്മുടെ സ്കൂളിനകത്ത് പപ്പിമോളും സത്യമോളൊക്കെയാണ്. അപ്പോൾ സ്കൂളൊക്കെ കഴിഞ്ഞ് ഈ വട്ടം രണ്ടുപേരും നടന്നാണ് വരുന്നത്. അപ്പോൾ രണ്ടുപേരും നടന്ന് വരാൻ വേണ്ടി ഇങ്ങനെ റോഡിൽ കൂടെ വരുമ്പോഴത്തേക്കും നമ്മുടെ പപ്പിമോളുടെ മുഖം ഭയങ്കര വാടിയിരിക്കുക. അതുകൊണ്ട് നമ്മുടെ സത്യമോൾ വയ്ക്കുക, എന്ത് പറ്റി പപ്പി, നിൻ്റെ മുഖം എത്ര വാടിയിരിക്കുന്നു? നീ ഭയങ്കര ഡള്ളാണല്ലോ, ക്ലാസ്സിലും അതുപോലെ ഭയങ്കര അപ്സെറ്റാണ്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇന്നലെ ഫംഗ്ഷനൊക്കെ നല്ലതല്ലായിരുന്നു, പിന്നെ എന്തിനാണ് നിൻ്റെ മുഖം ഇത്രയും വാടിയിരിക്കുന്നത്? ഒന്നുമില്ല എന്നൊക്കെ നമ്മുടെ പപ്പിമോൾ പറയും. പപ്പിമോളുടെ മനസ്സിനകത്ത് ഇന്നലത്തെ ദിവസം കൊണ്ട് തന്നെ ചീച്ചിയും ആ വീട്ടിൽ സ്ഥിരം കാണുമെന്ന് മനസ്സിൽ മോഹിച്ചല്ലേ, ആ മോഹങ്ങളൊക്കെ എന്താണ് പാഴായിപ്പോയല്ലോ എന്ന സങ്കടമാണ് കൂടുതലുള്ളത്. അതുമല്ലാതെ അവിടെ പ്രശ്നം നടന്നാണ് എല്ലാവരും ഇറങ്ങിയതും നമ്മുടെ പപ്പയും ഒക്കെ അതുകൂടെ മനസ്സിലാക്കാൻ. കാരണം സത്യഭാമ എല്ലാവരും അവിടെ എത്തി കുറ്റം പറയുമ്പോൾ തന്നെ അപ്പോൾ ആ കാര്യങ്ങളൊക്കെ മനസ്സിലായതിൻ്റെ സങ്കടമാണ് പപ്പയമോളുടെ മുഖത്തുള്ളത്. പക്ഷേ അതൊന്നും സത്യം ചോദിച്ചിട്ട് പറയാതെ കൂളായിട്ട് തന്നെ അങ്ങ് നടന്നു വരും. അപ്പോൾ നടന്നു വരുമ്പോൾ നമ്മുടെ സത്യമോൾ പറയുന്നുണ്ട്, പപ്പി ഒരു കാര്യം അറിയോ, നാളെ കഴിഞ്ഞ് മറ്റന്നാൾ നമ്മുടെ രണ്ടുപേരുടെയും ബർത്ത്ഡേ ആണ്. അപ്പോഴത്തേക്കും നമ്മുടെ പപ്പയമോൾ പറയുന്നുണ്ട്, ആ ശരിയാണല്ലോ, നിൻ്റെ അമ്മ വരാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് പപ്പി എന്ന് നമ്മുടെ സത്യമോൾ ചോദിക്കുമ്പം, അങ്ങനൊന്നും പ്ലാൻ ചെയ്താലും പറയത്തില്ല, എൻ്റെ അമ്മ ഈ വർഷം എൻ്റെ ബർത്ത്ഡേ ഗ്രാൻഡ് ആക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നതെന്ന് സത്യമോൾ പറയുക. ആണോ എന്നൊക്കെ നമ്മുടെ പപ്പിമോൾ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ സത്യമോൾ കഴിഞ്ഞ ബർത്ത്ഡേയെക്കുറിച്ച് ആലോചിച്ച് പറയാം. അതായത് കഴിഞ്ഞ ബർത്ത്ഡേ സൂപ്പർ അല്ലായിരുന്നോ, നിൻ്റെ വീട്ടിലല്ലായിരുന്നോ, നിൻ്റെ പേരും ഒരേ കേക്ക് കട്ട് ചെയ്ത് നിൻ്റെ വീട്ടിൽ വെച്ച് എന്ത് ഗ്രാൻഡായിരുന്നു സത്യാമ്മ ഉണ്ടായിരുന്നു. അതുപോലെ നിൻ്റെ വിഷ്ണുവച്ചൻ എനിക്കും നിനക്കും ഒരുപോലെ മാലയൊക്കെ തന്ന് സമ്മാനമൊക്കെ തന്നില്ലേ, എന്തൊരു സന്തോഷമായിരുന്നു അല്ലേ. കഴിഞ്ഞ ബർത്ത്ഡേ പോലെ ഈ വട്ടം നമുക്ക് ഒരുമിച്ച് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്താലോ. കഴിഞ്ഞ വട്ടം നിൻ്റെ വീട്ടിലല്ലേ സെലിബ്രേറ്റ് ചെയ്ത്, ഈ വട്ടം നീയും നിൻ്റെ അമ്മയും അച്ഛനും സത്യാമ്മയും അതുപോലെ എല്ലാവരുമായിട്ട് അതുപോലെ ബിഗ് ഫ്രണ്ടിനെ എല്ലാം കൂട്ടിക്കൊണ്ട് എൻ്റെ വീട്ടിലേക്ക് വരുമോ, നമ്മുടെ വീട്ടിൽ വെച്ച് ഈ വട്ടം ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാം എന്ന് പറയുമ്പോഴത്തേക്കും പപ്പിമോൾ ആദ്യം ചിന്തിക്കുക, അത് നല്ല ഐഡിയ, പക്ഷേ എല്ലാവരും വരുമോയെന്ന് എങ്ങനെ അറിയാം, നീ വിളിച്ചു നോക്കുക, എല്ലാവരും വരാതിരിക്കത്തില്ല. കഴിഞ്ഞ വട്ടം ഞാൻ അങ്ങോട്ടേക്ക് വന്നില്ലേ, ഈ വട്ടം അപ്പം എൻ്റെ കൂടെ നിനക്ക് സെലിബ്രേറ്റ് ചെയ്യാമല്ലോ എന്ന് ചോദിച്ച് നമ്മുടെ സത്യമോൾ പറയുമ്പം നമ്മുടെ പപ്പിമോൾ മനസ്സിലായി ഇതൊരു ഐഡിയ ആണല്ലോ എന്നൊക്കെ ചിന്തിച്ച് അതിൽ ഹാപ്പി ആയിട്ടാണ് പപ്പിമോൾ ചിന്തിക്കുന്നത്. അപ്പോഴാണ് നമ്മുടെ സത്യയുടെ വക അടുത്ത ട്വിസ്റ്റ്. സത്യമോൾ പറയുകയാണ്, ഈ ബർത്ത്ഡേക്ക് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അതെന്താ? പപ്പിമോൾ അങ്ങ് സത്യയോട് ചോദിക്കുമ്പോൾ സത്യമോൾ പറയുന്നൊരു കാര്യം, ഈ വട്ടവേ എൻ്റെ അച്ഛൻ എന്നോട് സംസാരിച്ചിട്ട് വരുന്ന ആദ്യത്തെ ബർത്ത്ഡേ അല്ലേ, എൻ്റെ അച്ഛൻ ഈ ബർത്ത്ഡേക്ക് ഉറപ്പായിട്ട് എൻ്റെ അടുത്ത് വരും. എൻ്റെ ബർത്ത്ഡേക്ക് എൻ്റെ അച്ഛനും കാണാം, എൻ്റെ അച്ഛനോട് ഞാൻ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്ന എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ബർത്ത്ഡേ, എനിക്ക് അതിൻ്റെ ഭയങ്കര ത്രില്ലാണ് പപ്പി എന്ന് പറയുമ്പോൾ നമ്മുടെ സത്യമോളുടെ വാക്ക് കേട്ട് നമ്മുടെ പപ്പിമോളുടെ മുഖമൊക്കെ കാർമേഘ ഇരുട്ട് കയറിയിരിക്കുകയാണ്. കാരണം ഇതിങ്ങനെയാണ്, ഈ കള്ളത്തരത്തിൻ്റെ കാര്യം എവിടെ കൊണ്ടുവന്ന് നിൽക്കും. സത്യമോളാണെങ്കിൽ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് പറയാം, ഈ വട്ടം എൻ്റെ കൂടെ ഉറപ്പായിട്ട് ബർത്ത്ഡേ സെലിബ്രേഷന് വരാമെന്ന് എൻ്റെ അച്ഛൻ എനിക്ക് വാക്ക് തന്നിട്ടുള്ളതാണ്. എന്നാൽ എൻ്റെ അച്ഛൻ തന്ന വാക്കൊന്നും പാലിക്കാതിരിക്കത്തില്ല. വന്നിട്ട് പപ്പി നിൻ്റെ കയ്യിൽ നിൻ്റെ ഫോണില്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഫോണുണ്ടെന്ന് നമ്മുടെ പപ്പിമോൾ പറയും.
അതിനൊപ്പം ടെൻഷനാണ്. കാരണം ആ ഫോണിൽ നിന്നല്ലേ സത്യമോളെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം പിന്നെ എങ്ങനെ ആ ഫോൺ എടുത്ത് കൊടുക്കാൻ പറ്റുന്നത്? നീ എനിക്കൊന്ന് ഫോൺ താ. അതെന്തിനാ ഫോൺ എന്തിനാ ഇപ്പോഴത്തേക്ക്? നീ ഒന്ന് ഫോൺ താ, ഞാൻ ഒന്ന് അച്ഛനെ വിളിച്ച് നോക്കട്ടെ എന്ന് പറയുമ്പോഴത്തേക്ക് അച്ഛനെ വിളിക്കാനോ? ഈ സമയത്ത് വിളിച്ചാൽ കിട്ടുമോ? ഈ സമയത്ത് അച്ഛൻ തിരക്കാകത്തില്ലേ? അതൊന്നും അല്ല, ഇന്നലെ സംസാരിച്ചല്ലോ, ഇന്നെങ്കിലും എനിക്ക് അച്ഛനോടും സംസാരിക്കാം. ഞാൻ ഒന്ന് വിളിച്ചങ്ങോട്ട് നോക്കട്ടെ. ഞാൻ വിളിച്ച കണ്ട അപ്പം തന്നെ അച്ഛൻ എടുക്കും. വന്നിട്ട് സത്യമോൾ ഫോൺ ചോദിച്ചു മേടിക്കുക. അപ്പം സത്യമോൾ ഫോൺ ഇരിക്കുന്നതാണ്. പപ്പമോക്കാണെങ്കിൽ ഭയങ്കര ടെൻഷനാണ്. കാരണം ആ ഫോണിൽ നിന്നെങ്ങാനും സത്യമോൾ കണ്ടുപിടിക്കണം ഞാൻ തന്നെയാണ് അവളുടെ അച്ഛനായിട്ട് ഇത്രയും നാൾ അവളെ പറ്റിക്കുന്നത് മനസ്സിലായ അവൾ അതോടെ ഞാനുമായിട്ടുള്ള സൗഹൃദം വരെ അവസാനിപ്പിക്കുമല്ലോ എന്നിട്ട് ഭയങ്കര എന്താ ടെൻഷൻ നിൽക്കുമ്പോഴത്തേക്കും നമ്മൾ സത്യമോൾ മനസ്സിൽ പറയാം, വേണ്ട, അച്ഛനെ വിളിക്കേണ്ട. സാധാരണ ബർത്ത്ഡേക്ക് മക്കൾക്ക് ഇങ്ങോട്ടേക്കല്ലേ സർപ്രൈസ് തരാനുള്ളത്. അതിന് പകരം ഈ വട്ടം എൻ്റെ ബർത്ത്ഡേക്ക് അച്ഛൻ വരുമ്പോൾ അച്ഛന് ഒരിക്കലും മറക്കാൻ കഴിയാത്ത അത്രയും വലിയ സർപ്രൈസ് നമ്മൾ കൊടുക്കണം. അതിനിപ്പോൾ എന്ത് സർപ്രൈസാണ് കൊടുക്കാമെന്ന് പാപ്പയും ചോദിക്കുമ്പം, സർപ്രൈസ് കൊടുക്കാൻ അച്ഛനോ? എന്ത് സർപ്രൈസ്? അറിയത്തില്ല സത്യം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പപ്പിമോൾ എന്താണ് ഒന്നാമത് ടെൻഷനിരിക്കുക. ആ ടെൻഷനത് എങ്ങനെയൊക്കെ ഉരുണ്ട് കളിച്ച് നിൽക്കുമ്പോഴേ നമ്മുടെ സത്യമോൾ പറയും, നിനക്കറിയതിന് സാരമില്ല, നമുക്ക് ഗൂഗിളിനോട് ചോദിക്കാം എന്ന് പറഞ്ഞിട്ട് നേരെ എന്താണ് ഫോൺ എടുത്ത് ആ റോഡിൻ്റെ അരിപത്തങ്ങ് ഇരിക്കുകയാണ്. അപ്പോൾ ആ ഫോൺ എടുത്തിട്ട് നേരെ ഗൂഗിളിനകത്ത് കയറിയിട്ട് ബിഗ് സർപ്രൈസസ് എന്ന് ചോദിച്ചിട്ട് ഒരു വോയിസ് നോട്ട് കൊടുക്കുക. അപ്പോൾ ആ വോയിസ് നോട്ട് കൊടുക്കുമ്പോഴത്തേക്കും ഗൂഗിൾ അതിനുള്ള സെർച്ച് റിസൾട്ടൊക്കെ കാണിക്കുമ്പം അതിലെന്താണ് ഫസ്റ്റ് ടോപ്പായിട്ട് വന്നൊരു കാര്യം ഈ മ്യൂസിക് സർപ്രൈസ് കൊടുക്കുന്നത്. അത് ഒരു ബാൻഡിൻ്റെ വലിയൊരു മ്യൂസിക് സർപ്രൈസ്. അവരിപ്പം എന്താണ് എല്ലാവർക്കും അങ്ങനെ സർപ്രൈസൊക്കെ കൊടുത്തവർ. അപ്പോൾ അവരെക്കുറിച്ചുള്ള യൂട്യൂബ് വീഡിയോ കാണുമ്പം അതിൽ ആ ഒരു വലിയ ബാൻഡിൻ്റെ ആ ഒരു ചേട്ടൻ പറയുന്ന ഒരു കാര്യം, അതായത് മ്യൂസിക് എന്ന് പറഞ്ഞൊരു പ്രത്യേകത ഉണ്ട്. അതായത് അകന്നിരിക്കുന്ന വ്യക്തികളെ അടുപ്പിക്കാനും അടുത്തിരിക്കുന്ന വ്യക്തികൾക്ക് എപ്പോഴും എത്ര അകന്നാലും അവർക്ക് എന്നും ഓർമ്മയിൽ സൂക്ഷിക്കാനുള്ള ഒരു കാര്യമാണ് മ്യൂസിക്. മ്യൂസിക് എല്ലാവരെയും ഏത് രീതിയിലും ആകർഷിക്കുന്ന ഒരു കാര്യമാണ്. മ്യൂസിക് തരുന്ന സർപ്രൈസ് എന്ന് പറയുന്നത് ഒരിക്കലും ജീവിതത്തിൽ മറന്നു പോകത്തില്ല എന്നൊക്കെ പറയുന്ന വീഡിയോയ്ക്കും നമ്മുടെ സത്യമോൾ സെലക്ട് ചെയ്യുക. ഇത് മതി, ഇത് സെലക്റ്റഡ് ആണെന്ന് അതിൻ്റെ മനസ്സിൽ ചിന്തിക്കുകയാണ്. എന്നിട്ട് ആ പറഞ്ഞ വ്യക്തിയുടെ ഫോൺ നമ്പറും അഡ്രസ്സും ഡീറ്റെയിൽസൊക്കെ എടുത്തിട്ട് ആ വ്യക്തിക്ക് നമ്മുടെ സത്യമോൾ ഒരു കത്ത് എഴുതുവാണ് കേട്ടോ. അതായത് താൻ ആരാണ്, താൻ ഇങ്ങനത്തെ ഒരു കുട്ടിയാണ്, ഇത്രയും ക്ലാസ്സിൽ പഠിക്കുവാണ്, ഈ സ്കൂളിലാണ് പഠിക്കുന്നത്, താനൊരു സർപ്രൈസ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നു, അത് നിങ്ങൾ തന്നെ പറയണം. അത് മറ്റൊന്നും കൊണ്ടല്ല, നിങ്ങൾ ആ വീഡിയോ പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, ആ വാക്ക് കൊണ്ട് തന്നെ നിങ്ങൾ തന്നെയാണ് പറഞ്ഞത് എൻ്റെ അച്ഛന് വേണ്ടി സർപ്രൈസ് തരാം. ഞാൻ എൻ്റെ അച്ഛനെ ഇത്രയും നാൾ വരെ കണ്ടിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ എൻ്റെ അച്ഛനെ ക്ഷണിക്കുവാണ്. എൻ്റെ അച്ഛൻ വരുന്ന ബർത്ത്ഡേക്ക് അച്ഛൻ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത അത്രയും സർപ്രൈസ് കൊടുക്കും. കാരണം അകന്നിരിക്കുന്ന വ്യക്തികളെ അടുപ്പിക്കാമെന്നല്ലേ ഈ ഒരു പാട്ട് കേൾക്കുന്നതും എൻ്റെ അച്ഛൻ ഒരിക്കലും എന്നിൽ നിന്ന് അകലാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ കത്തിലെഴുതുമ്പം ആ കത്ത് വായിക്കുന്ന ആ ഒരു റോക്ക് സ്റ്റാറിന് അത്രയ്ക്ക് സന്തോഷമാണ് കേട്ടോ. ഈ കുട്ടിക്ക് ഉറപ്പായിട്ട് ഞാൻ സഹായം ചെയ്യുന്നതിന് അദ്ദേഹം തീരുമാനിക്കുക. അതാണ് ഈ കത്തൊക്കെ എഴുതി കഴിഞ്ഞാൽ പപ്പിമോളോട് പറയുവാണ്, ഈ വട്ടം നോക്കിയോ പപ്പി, എൻ്റെ അച്ഛൻ എൻ്റെ ബർത്ത്ഡേക്ക് വരും. അപ്പോൾ നമ്മുടെ പപ്പിമോളോട് ടെൻഷൻ വയ്ക്കുക, അച്ഛൻ വന്നില്ലെങ്കിലോ, അച്ഛൻ വല്ല തിരക്കിലായി പോയി വരാൻ പറ്റിയില്ലെങ്കിലോ? അങ്ങനെയൊന്നും വരാതിരിക്കത്തില്ല. അച്ഛൻ വന്നില്ലെങ്കിൽ ഞാൻ പിന്നെ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഭക്ഷണം കഴിക്കത്തില്ല, ഞാൻ പിന്നെ ആരോടും മിണ്ടത്തില്ല, ഞാൻ എന്താണ് ജീവിച്ചിരിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കരമായിട്ട് എന്താണ് ഇമോഷണലി സംസാരിക്കുമ്പോഴത്തേക്കും നമ്മുടെ പപ്പിമോൾക്ക് ഇത് കേട്ട് ടെൻഷനാണ്. കാരണം അയ്യോ, ഞാൻ തുടങ്ങി വെച്ചതാണല്ലോ, ഇതിനി എങ്ങനെ കൊണ്ടുവന്ന് അവസാനിപ്പിക്കും? എങ്ങനെയെങ്കിലും സത്യയുടെ അമ്മയെ ഒരു കാര്യം അറിയിക്കണം. അല്ല വേണ്ട, അതിന് പകരം ഒരു കാര്യം ചെയ്യാം. എന്തായാലും സത്യയുടെ ആഗ്രഹം എന്താണ്? അച്ഛനെ കാണണമെന്നല്ലേ? വിഷ്ണു അച്ഛനല്ലേ സത്യയുടെ അച്ഛൻ? എന്തായാലും ബർത്ത്ഡേക്ക് എല്ലാവരും അങ്ങോട്ടേക്ക് പോകുന്ന ഉറപ്പാണ്. അന്നത്തെ ദിവസം തന്നെ വിഷ്ണു അച്ഛനാണ് സത്യമോളുടെ അച്ഛൻ എന്ന് സത്യയുടെ എല്ലാ സത്യങ്ങളും ഞാൻ തുറന്ന് പറയുമോ. ചേച്ചിയമ്മയ്ക്ക് കൊടുത്ത വാക്കൊന്നും ഇനി എനിക്ക് നോക്കാമല്ല, എൻ്റെ സത്യമാണ് എനിക്ക് പ്രധാനം. അതുകൊണ്ട് വിഷ്ണുവാണ് അച്ഛൻ എന്ന കാര്യം സത്യമോളോട് തുറന്ന് പറയാൻ നമ്മൾ പപ്പിമോൾ തീരുമാനിക്കുവാണ്. അപ്പോഴത്തേക്ക് ഈ പ്രശ്നങ്ങളെല്ലാം ഇതോടെ അവസാനിക്കുമല്ലോ. സത്യയ്ക്ക് മനസ്സിലാവും തൻ്റെ അച്ഛൻ വിഷ്ണു എന്ന് മനസ്സിലാകുമ്പോഴത്തേക്കും സത്യയ്ക്ക് സന്തോഷമാവും. പിന്നെ അച്ഛൻ വന്നില്ല എന്നുള്ള പരാതി ഒന്നും ഇല്ലല്ലോ. പിന്നെ ആ പ്രശ്നം അവിടെ കൊണ്ട് തീരുന്നില്ല. നമ്മുടെ പപ്പിമോൾ എന്താണ് അങ്ങനെ ഒരു തീരുമാനം എടുക്കുവാണ്. ഇവിടെ നമ്മുടെ സത്യമോൾ എന്താണ് അച്ഛൻ വരുന്നതും കാത്തിരിക്കുന്നതിൻ്റെ ഒരു എക്സ്പെക്റ്റേഷനിലേക്കുള്ള അടിപൊളി ബർത്ത്ഡേ ആഘോഷികളുടെ പ്രിപ്പറേഷനിലേക്കാണ് പോകുന്നത്. ഇനി അടുത്ത എപ്പിസോഡ് എന്ന് പറയുന്നത് ആരും പ്രതീക്ഷിച്ച വമ്പൻ ട്വിസ്റ്റിൽ ഒരു പുതിയ സത്യഭാമയാണ് നിങ്ങളെല്ലാവരും കാണാമെന്ന്. അതിനുവേണ്ടി വീഡിയോ അപ്പോൾ അടുത്ത നെക്സ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടി എല്ലാവരും കാത്തിരിക്കുക. ഈ ചാനൽ ആദ്യമായിട്ട് കണ്ടവരായി ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻസിന് കമൻറ്റ്സ് ഷെയർ ആരും മറക്കണ്ട. അപ്പോൾ ഇതാണ് ഇനി കാണാൻ പോകുന്ന എപ്പിസോഡ്. ഒരു ബൈ.